പട്ടം കോളനിയിൽ ബ്ലോക്ക് പട്ടയം ലഭിച്ച 1397 പേരിൽ 7 പേർ മാത്രമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പട്ടയ ഉടമയായ ഏക വനിതയായ മാധവിക്കുട്ടിയമ്മയ്ക്ക് 98-ാം വയസ്സിലും പഴയ കാലഘട്ടം മങ്ങലില്ലാത്ത ഓർമ്മയാണ്. കൊല്ലം ക്ലാപ്പനയിൽ നിന്നും ഭർത്താവ് മാധവൻ പിള്ളയ്ക്കും മക്കൾക്കുമൊപ്പം ഹൈറേഞ്ച് കയറിയ മാധവിക്കുട്ടിയമ്മയുടെയും പിൻതലമുറയുടെയും ജീവിതവും പട്ടം കോളനിക്കൊപ്പമാണ് വളർന്നത്. അധ്യാപകനായ അച്ഛനായിരുന്നു ബ്ലോക്കിനായി അപേക്ഷ നൽകിയത്. പക്ഷേ പിന്നീട് മാധവിക്കുട്ടിയമ്മയുടെ പേരിൽ ബ്ലോക്ക് അനുവദിക്കുകയായിരുന്നു. ആദ്യകാലത്തെ ജീവിതം ദുരിതപൂർണമായിരുന്നുവെന്ന് മാധവിക്കുട്ടിയമ്മ ഓർത്തെടുക്കുന്നു. ദുരിതമായിരുന്നു. ഓരോരുത്തർ പട്ടിണി കിടന്ന് ഞങ്ങളൊക്കെ പട്ടിണി കിടന്നില്ല. ഓരോരുത്തര് പട്ടിണി കിടന്ന് പാട്ടിയിലൊക്കെ പോയി ഓരോന്ന് വിറവും കൊണ്ടും പോയി പാട്ടിയുടെ സാധനം മേടിച്ചുകൊണ്ട് വരുന്നു. വർഷത്തിൽ 11 മാസവും കോടയിറങ്ങിയിരുന്ന നാട്ടിൽ അതിനെ പ്രതിരോധിക്കുവാൻ സർക്കാർ നൽകിയ ചീനിച്ചട്ടിയിൽ വിറകിട്ട് കത്തിച്ചായിരുന്നു ദിവസങ്ങൾ തള്ളി നീക്കിയിരുന്നത്. എല്ലാരും വെയിലത്ത് പോയിരിക്കും. വെയില് കൊള്ളാൻ ഭയങ്കര തണുപ്പാണ്. പുതപ്പും സെറ്ററും ഒക്കെ സർക്കാർ ഒരു ചീനിച്ചിട്ട് തരും. തീ കാച്ചാല് അതിനകത്ത് വിറവ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അത് കത്തിട്ട് തീ ആളിച്ച് എല്ലാവരും ചുറ്റും ഇരുന്നൊക്കെ കാര്യം. മാധവിക്കുട്ടിയമ്മയുടെ 5 പെൺമക്കളിലൊരാളായ ശ്രീദേവിയും പട്ടം കോളനിക്കൊപ്പമാണ് സപ്തതി ആഘോഷിക്കുന്നത്. ലക്ഷ്മി, നിർമ്മല, പരേതരായ ശാന്തകുമാരി, വത്സല എന്നിവരാണ് മറ്റു മക്കൾ. അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.